മംഗളവാർത്ത 3-ാം തിങ്കൾ. ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. നല്ല മധുരമുള്ള ഫലങ്ങൾ കായ്ക്കുന്ന നിരവധി മരങ്ങളുണ്ട് ലോകത്തിൽ. അതുപോലെ കയ്പുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചിലതിൽ ഫലങ്ങൾ കായ്ക്കാറേയില്ല. മനുഷ്യരെയും വ്യക്തിത്വം അനുസരിച്ച് ഇതുപോലെ പലതായി തരംതിരിക്കാം. മനുഷ്യരുടെ സൽഗുണങ്ങളാണ് അവരിലെ ഫലങ്ങൾ. ഒരു മനുഷ്യനിൽ ജഡത്തിന്റെ വ്യാപാരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും ഉണ്ടെന്ന് വചനം പറയുന്നു. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർ ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് പ്രകാശത്തിലും, ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർ ചുറ്റുപാടും വിഷലിപ്തമാക്കിക്കൊണ്ട് അന്ധകാരത്തിലും വ്യാപരിക്കുന്നു. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർ നന്മ ചെയ്യുന്നതിൽ ജാഗരൂകരും, ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർ തിന്മ ചെയ്യുന്ന കൗടില്യക്കാരുമായിരിക്കും. ഫലങ്ങളൊന്നും പുറപ്പെടുവിക്കാത്തവർ മനോഷ്ണരും, ഉദാസീനരും, കുഴിമടിയന്മാരുമായിരിക്കും. യേശു പറഞ്ഞ താലന്തുകളുടെ ഉപമ ഇങ്ങനെ വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ സൂചിപ്പിക്കുന്നു. നല്ല ഫലം തരുന്ന പലതരം ചെടികളിൽ വെട്ടിയൊരുക്കപ്പെട്ട മുന്തിരിച്ചെടിയാണ് ഏറ്റവും പരിഗണന അർഹിക്കുന്നത്. കാരണം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് യേശു ഏറ്റുപറഞ്ഞ ഒരേ ഒരു ചെടിയാണത്. മുരടിച്ച ഭാഗം വെട്ടിയൊരുക്കി യേശുവാകുന്ന തായ്തണ്ടിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്നും ഈ ഉപമയിൽ യേശു പറയുന്നു. നമ്മിലെ മാനുഷിക ബലഹീനതകളെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണങ്ങളോട് ചേർന്ന് വെച്ചാൽ ധാരാളം ദൈവിക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകും നാം.